കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുഭാഷ് നമ്മുടെ സുധീഷിനോട് പറയുന്നത്, എടാ പോകാൻ നോക്ക്, ഞാൻ റെഡിയായല്ലോ, നിധി വരട്ടെ എന്ന് പറയും. അപ്പോഴത്തേനും നിധിയും വരും. നിധി വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സുഭാഷ് പെട്ടെന്ന് തന്നെ പറയും, നല്ലോണം പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയാൽ മതി എന്ന് പറയും. അങ്ങനെ നിധി അത് കേട്ട് പ്രാർത്ഥിക്കാൻ ചെല്ലുമ്പോൾ കൂടെ സുധീഷും ഓടിച്ചില്ലും. എന്നിട്ട് പ്രാർത്ഥിക്കുന്നു, ഈശ്വരാ നിധിക്ക് ജോലി കിട്ടണേ എന്നുണ്ട്. അപ്പം നിധി ഇങ്ങനെ ഇടക്കണ്ണിട്ട് നോക്കും. നിധി അത് മൈൻഡ് ചെയ്യില്ല. അതിനുശേഷം ചന്ദനൊക്കെ എടുത്ത് തൊടും. അത് കണ്ടപ്പോൾ സുധീഷും തൊടും. ഇത് കണ്ട് നികേഷും ഹരീഷൊക്കെ കളിയാക്കി നിൽക്കുന്നുണ്ട്. എൻ്റെ സുഭാഷേട്ടനോട് യാത്ര പറഞ്ഞ് ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് പോകണ്. അതിനുശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ സുധീഷോട് പറയുന്നത്, കഴിഞ്ഞ തവണത്തെ പോലെ എന്നെ കാത്തു നിൽക്കണ്ട, ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാട്ടാന്ന് പറയും. ഓ ശരി എന്ന് പറയും. എൻ്റെ നിധി എന്നെ കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടാതെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ചിന്തിച്ച് പോകുമെന്ന് പറയും. ഹലോ, എനിക്ക് അങ്ങനത്തെ ഒരു വേവലാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞതാ, കാത്തിക്കണ്ടെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു. ഓ ശരി എന്നാ കാത്തു നിൽക്കുന്നില്ല, പൊക്കോഴാൻ പറയും. അങ്ങനെ നിധി അകത്തേക്ക് പോകും. അപ്പോൾ സുധീഷ് കാത്ത് കണ്ടാന്നേ, ഞാനിവിടെ തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ട് അവിടെ ഇരിക്കും. പിന്നെ കാണിക്കുന്നത് സുനന്ദര വീടിന് സുനന്ദര അച്ഛനും അമ്മയൊക്കെ യാത്ര പറഞ്ഞ് പോകണ്. അപ്പോൾ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടി. അത് സുനന്ദോട് പറയുന്നതേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അശ്വിൻ്റെ കൂടെ ദുബായിലേക്ക് പോകും, പിന്നെയും അമ്മാവനൊക്കെ ഓർക്കുമോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേനും സുനന്ദര അമ്മ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊണ്ടുവരും. സുനന്ദയ്ക്ക് കൊടുക്കും. എനിക്ക് വേണ്ടാന്ന് പറയും. കാര്യം സുനന്ദ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികളുടെ കല്യാണം കഴിച്ച് കൊടുക്കണം, എന്നാലും മോള് പോകണമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം എന്ന് പറഞ്ഞ് അവർക്ക് അറിയുമ്പോൾ വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല സുനന്ദ. കാരണം അതൊക്കെ അത് അത്രയ്ക്കും സുനന്ദ അവരെ വെറുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഡി കരയല്ലേ, നാളെ കരയാ, ഇന്ന് കരയണ്ടെന്നൊക്കെ പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് സുനന്ദ പറയും, എനിക്കൊന്ന് പുറത്ത് പോകണമെന്ന് പറയും. അപ്പം അമ്മാവൻ പറയും, പുറത്ത് പോകണമെന്നോ, കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളൊന്നും അങ്ങനെ പുറത്ത് പോകാൻ പാടില്ല എന്ന് പറയും. അതും തന്നെയല്ല, എന്തിനാന്ന് ചോദിക്കും. പറയും, ഭാസ്കർ മാമൻ്റെ വീട്ടിലൊന്ന് പോകണമെന്ന് പറയും. അപ്പോൾ അച്ഛനും അമ്മയും അമ്മാവനൊക്കെ അവൻ ഞെട്ടും. അതിനെന്താ പോയിട്ട് വായോ എന്ന് പറയും അശ്വിൻ. ഇനി പോയാൽ അവരെ കാണാനൊന്നും പറ്റില്ല, ഇവർ തമ്മിലുള്ള വഴക്ക് നോക്കിയിട്ടല്ല, ഞാൻ ചെറുപ്പത്തിലേ തുടങ്ങി അവിടെ ഇനി കളിച്ച് വളർന്നത്, അതുകൊണ്ട് അവരോടൊക്കെ യാത്ര പറയണം, ഇനി അവരെ കാണുന്നതും അറിയില്ലല്ലോ എന്ന് പറയും. അതിനെന്താ, ഒരു കുഴപ്പമില്ല, പോയിട്ട് വായോ, അല്ലെങ്കിൽ വലിയൊരു തമ്മിലുള്ള വഴക്ക് കുട്ടികൾ എന്തിനാ കാര്യമാക്കണേന്ന് പറഞ്ഞ് നമ്മുടെ അശ്വിൻ്റെ അച്ഛനും അമ്മയും പറയും. പൊക്ക മോള് പോയിട്ട് വന്നറിയും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് അമ്മാവനും അച്ഛനും ഇങ്ങനെ ആകെ പേടിക്കുന്നു. സുനന്ദ ഞാൻ അവിടെ നിന്ന് വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ അശ്വിനോട് ചോദിക്കുന്നത്, അശ്വിൻ പ്ലീസ് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അങ്ങനത്തെ അനുവാദമൊന്നും വേണ്ട, സുനന്ദയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അതും തന്നെയല്ല, കളിക്കൂട്ടുകാരല്ല എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് വായോ എന്ന് പറഞ്ഞ് സുനന്ദനെ പറഞ്ഞയക്കും. അങ്ങനെ സുനന്ദ അവരുടെ മുന്നിൽ കൂടെ താങ്ക്സ് പറഞ്ഞ് അവരുടെ മുന്നിൽ കൂടെ ഇറങ്ങി പോകുമ്പോൾ അമ്മയ്ക്ക് ആകെ വേവലാതിയാവും. വേഗം അടുക്കളയിൽ കൊണ്ട് വെള്ളം വെച്ചിട്ട് പിന്നാലെ ഓടി വരും. നിൽക്കടി എവിടെയെന്ന് അറിയും. അപ്പോഴത്തേനും സുനന്ദ റോട്ടിലെത്തിയിട്ടുണ്ടാവും. എടി കല്യാണം കഴിഞ്ഞിട്ട് നിനക്ക് അടങ്ങാറായില്ലല്ലോടി, നാണം കെട്ടവളെന്നൊക്കെ പറയും. നിങ്ങളാണ് നാണം കെട്ടവൾ, ഞാനല്ല എന്ന് പറയും. നീ ആരോട് ചോദിച്ചിട്ടുണ്ട് ഈ പോണത്, എവിടേക്കാണ് പോകുന്നത്, നിനക്ക് വല്ല ബോധമുണ്ടോ, നിന്നെ ആ വീട്ടിൽ കണ്ട നാട്ടുകാരെന്ത് പറയൂടി എന്ന് പറയും. എന്ത് പറയാൻ, ഞാൻ ഈ കല്യാണത്തിന് സമ്മതമല്ലാണ്ട് ഞാൻ ഇന്നലെ ആ വീട്ടിലേക്ക് ഇനി രാത്രി കയറി ചെന്നത്. സുഭാഷ് ഏട്ടന് ഒത്തിരി ധൈര്യം കാണിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾ നാണം കെട്ട് തലകുനിച്ചൂടി ഇരിക്കേണ്ടി വന്നേനെ, ഉണ്ടാക്കിയ സദ്യയും കല്യാണം ഒക്കെ കോളായിട്ട് നിൽക്കേണ്ടി വന്നേനെ. ആ പാവം മനുഷ്യൻ ഇന്നലെ കാണിക്കാത്ത ധൈര്യം ഇന്നൊട്ടും കാണിക്കൂല. അമ്മ അതേക്കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ പിന്നെ വേറൊരു കാര്യം, ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ ഭർത്താവിനോട് അനുവാദം മേടിച്ചിട്ടാണ്, എനിക്ക് നിങ്ങളുടെ അനുവാദത്തിൻ്റെ ആവശ്യമില്ല, മനസ്സിലായ? ഇത്രയും നാൾ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ തലയിട്ട്, ഇനി എൻ്റെ ജീവിതത്തിൽ നിങ്ങൾ തലയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിവരം അറിയും എന്ന് പറയും. പിന്നെ അമ്മാരെ വായടഞ്ഞു പോകണം, ഒന്നും മിണ്ടാൻ പറ്റില്ല. മോള് പോകുന്നു, നിങ്ങൾ ഇവിടെ നിന്ന് ഒച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാരറിയും, നാട്ടുകാരെ ഞാൻ അറിയിക്കും, അതുകൊണ്ട് മിണ്ടാണ്ട് നിന്നോളാൻ പറയും. ഒന്നും മിണ്ടാണ്ട് വായടച്ച് ഇങ്ങനെ നിൽക്കേണ്ടി വരുന്നു. അങ്ങനെ സുനന്ദ നേരെ പോകണം. അതിനുശേഷം നിധിക്കണമെങ്കിൽ സെക്കൻഡ് റൗണ്ടും പാസ്സായി, ഇനി നാളെയും കൂടി ഒന്ന് വരണം എന്ന് പറയും. അപ്പോൾ കൂടി ഉണ്ടായ 2 പേർക്ക് മാത്രമേ കിട്ടുള്ളൂ, വേറൊരു പയ്യനും നിധിക്കും. അപ്പോൾ അയാൾ നിധിയോട് പറയുന്നുണ്ട്, നാളെ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ഒന്നും ഉണ്ടാവില്ല, ശമ്പളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയാനായിരിക്കും, എന്തായാലും കൺഗ്രാജുലേഷൻ നിധിയോട് പറയുമ്പോൾ നിധിയും സെയിം ടു യു എന്നൊക്കെ പറയും. അതിനുശേഷം നിധി ഇറങ്ങി വരുന്നത് സുധീഷ് അവിടെ നിന്ന് മാറി നോക്കുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ പറയുന്നത്, മുഖം കണ്ടിട്ട് ജോലി കിട്ടിയതായിട്ട് തോന്നുന്നുണ്ടല്ലോ എന്നിങ്ങനെ പറയുന്നേ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിധി നോക്കുന്നുണ്ട്, പോയോ എന്നിങ്ങനെ. പോയിട്ടുണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ നിധിയുടെ മനസ്സിലുണ്ട്. സുധീഷിനത് കണ്ടപ്പോൾ മനസ്സിലായി, അപ്പോൾ നമ്മളെ ചെറിയൊരു പരിഗണനയൊക്കെ ഉണ്ട്, മൈൻഡ് ചെയ്യാണ്ടാണ്, എന്തായാലും ഇവിടെ മാറി നിന്ന് നോക്കാം, എന്നിട്ട് ചെയ്യുന്നതെന്ന് നോക്കാമെന്ന് പറയും. എന്നിട്ട് നിധി എല്ലായിടത്തേക്കും ഇങ്ങനെ കണ്ണോടിക്കുന്നുണ്ട്. എന്നിട്ട് ഫോൺ എടുത്ത് വിളിക്കുന്നു. അപ്പോൾ ബെല്ലടിക്കുന്നു. നമ്മുടെ സുധീഷിനെ തന്നെ വിളിച്ചത്. സുധീഷിന് ഒരുപാട് സന്തോഷമാവും. നിധി എന്ന് വിളിക്കും. സുധീഷ് എവിടെയാണെന്ന് ചോദിക്കും. പോയോ എന്ന് ചോദിക്കും. ഇല്ലില്ല, അതേ നേരെ നോക്കുമെന്ന് പറയും.
അങ്ങനെ നേരെ നോക്കും. അപ്പോൾ കാണും പോയിട്ടുണ്ടായില്ലല്ലേ, ഞാൻ വിചാരിച്ച് പോയിട്ടുണ്ടാവും എന്ന് പറയാം. എന്നിട്ട് എന്തായിന്ന് അറിയാം, സെക്കൻഡ് റൗണ്ടും പാസ്സായി. നാളെ ചെറിയൊരു ഇൻ്റർവ്യൂ കൂടി ഉണ്ട്, അത് ശമ്പളത്തിനെ കുറിച്ചൊക്കെ പറയാനാണ്. എന്തായാലും ജോലി ഉറപ്പായെന്ന് പറഞ്ഞു. താങ്ക്സ് കൺഗ്രാജുലേഷനൊക്കെ പറഞ്ഞിട്ട് ആദ്യം കൈ കൊടുക്കും, പിന്നെ ഹഗ് ചെയ്യാൻ നോക്കും, കെട്ടിപ്പിടിക്കാൻ. എന്തോ ഇതെന്ന് വെച്ചാൽ നിധി മാറിക്കുമ്പോൾ എടോ അത് വേറൊന്നല്ല, ജസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട്. അതായത് കോളേജിലൊക്കെ കൂട്ടുകാരന്മാരൊക്കെ കാണിക്കില്ലേ കാണുമ്പോൾ തന്നെ, അത്രേ ഉള്ളൂ എന്ന് പറയും. അപ്പം നിധിക്ക് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നിധി തന്നെ ചെന്ന് സുധീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് സുഭാഷ് ആദ്യം ഇങ്ങനെ സുനന്ദനെ കുറിച്ചൊക്കെ ആലോചിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മുറ്റത്ത് വന്ന് തുണികളൊക്കെ അയമലിട്ടാണ്. അതിനുശേഷം ഫോൺ വരും, സൈറ്റിലേക്ക് വരാൻ പറഞ്ഞിട്ട് കുറച്ച് പണി കൂടി ഉണ്ട്, പെട്ടെന്ന് വരാമെന്ന് പറയും. അടുക്കളയിലേക്ക് ചെല്ലും. അവിടെ ചെന്നിട്ട് എന്തോ പണികളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ പെട്ടെന്ന് സുഭാഷ് എന്ന് വിളിക്കും. അങ്ങനെ സുഭാഷ് ഞെട്ടി നോക്കുമ്പോൾ സുനന്ദ നീയോ, നീ എന്തേ ഇങ്ങോട്ട് വന്നേന്ന് വയ്ക്കും. പേടിക്കേണ്ട, ഞാൻ ശല്യം ചെയ്യാനും വന്നതല്ല. ഇനി ഈ അടുക്കളയിൽ കൂടെ പാത്തും പതുങ്ങിയൊന്നും ഞാൻ വരില്ലല്ലോ. നാളെ ഞങ്ങൾ പോകണം, ഞാനും അശ്വിനും. നാളെ അശ്വിൻ്റെ ബന്ധുക്കൾ വന്ന് എന്നെ കൊണ്ടുപോകും. യാത്ര പറയാൻ വന്നാണ്, ഇനി കാണലുണ്ടാവില്ലല്ലോ എന്ന് പറയും. ആ സമയത്ത് നമ്മുടെ നികേഷ് അങ്ങോട്ട് വരുന്നുണ്ടാവും. നികേഷ് വന്നപ്പോൾ അടുക്കളയിൽ സുനന്ദനെ കണ്ടപ്പോൾ ആകെ ഞെട്ടി 2 മിനിറ്റ് നോക്കി നിൽക്കും. പിന്നെ ഫോണെടുത്ത് സുധീഷിനെ വിവരം അറിയിക്കാൻ പോകണം. അതേസമയം തന്നെ സുനന്ദ നിനക്ക് പേടിക്കേണ്ട സുഭാഷേട്ടാ, എൻ്റെ കല്യാണം കഴിഞ്ഞ്, അതെനിക്ക് നല്ല ബോധ്യമുണ്ട്, ദേ താലി എന്ന് പറയുന്നു. ഞാൻ ഇനി എന്നെ സ്വീകരിക്കാൻ പറഞ്ഞ് സുഭാഷേട്ടൻ്റെ അടുത്തേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് സുനന്ദ വിഷമത്തോടെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നു. അപ്പോൾ സുഭാഷ് ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ നിൽക്കുന്നത്. അപ്പോൾ സുഭാഷേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കും. പറയാനുണ്ട്, നീ എവിടെയായിരുന്നാലും നന്നായി സന്തോഷത്തോടെ ജീവിക്കണം, അതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ സുനന്ദ അങ്ങനെ സുഭാഷിൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നികേഷിൻ്റെ ഫോൺ വരുമ്പോൾ സുധീഷ് കാർ ഒതുക്കിയിട്ട് പറയും, സുധീഷ് നികേഷാണല്ലോ, എന്താടാന്ന് ചോദിക്കും. അതേ വീട്ടിലൊരു സീൻ എന്ന് പറയും. വീട്ടിൽ സീനോ, എന്ത് സീൻ? ഞാൻ കോളേജിൽ നിന്ന് വരുമ്പോൾ നമ്മൾ അടുക്കളയിൽ സുനന്ദ നിൽക്കണ്. സുനന്ദേ അവളെന്തിനാന്ന് ചോദിക്കും. അപ്പോഴത്തേന് നിധി മേടിച്ചിട്ട് എന്താടാ അവളെന്താ വന്നേന്ന് ചോദിക്കും. ഏട്ടത്തി ഉണ്ടോ? അറിയില്ല ഏട്ടത്തി എന്ന് പറയും. ഇതിപ്പോൾ ആകെ പ്രശ്നമാവുമല്ലോ. ഇപ്പം സുനന്ദ ഇപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ പിന്നാലെ അമ്മാവനും അമ്മായിയും കൂടെ കയറി വരുമോ എന്ന് ചോദിക്കും. അവളെന്തിനിപ്പം ഇങ്ങോട്ട് വന്നത്, അവളിപ്പം ഇനി വരുന്നത് ശരിയല്ലല്ലോ എന്ന് പറയുന്നത്. ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാൻ എങ്ങനെ അറിയാനാണ് എന്നൊക്കെ പറയുന്നൊരു ഭാഗം അത്ര മാത്രമേ ഉള്ളൂ. അതിനുശേഷം പ്രമോ ഭാഗത്ത് കാണിക്കുന്നത് സുനന്ദ സുഭാഷിനോട് എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം, എന്നാലേ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ, അതെനിക്ക് വാക്ക് തരണം എന്നൊക്കെ പറയുന്ന ഭാഗമാണ് കാണിക്കുന്നത്. പിന്നീട് നിധിയും സുധീഷൊക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ഭാസ്കരൻ വന്നു കഴിഞ്ഞിട്ട് സുനന്ദനോട് ഇറങ്ങി പോകാൻ പറയുന്നു. അപ്പോൾ സുഭാഷ് തടയുന്നുണ്ട്. എടാ ഇവളമ്മ എൻ്റെ അമ്മയുടെ ഇവളമ്മ എൻ്റെ അമ്മയുടെ വയറ്റിൽ പറഞ്ഞത് തന്നെയാണ്. അവളെ എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവളെ സ്നേഹിക്കാൻ നിൽക്കണേ? ഇവളെയും വേണ്ട ഇവളെ അമ്മനെയും വേണ്ടാന്ന് പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെ സുനന്ദനെ ആട്ടിപ്പായിക്കുന്ന ഭാഗമാണ് കാണിക്കുന്നത് പ്രമോയിൽ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.